നമസ്കാരം. നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് ഇനി നാളുകൾ മാത്രം, ഏകദേശം ഒരാഴ്ച. ഭരണം ഉറപ്പെന്ന മട്ടിൽ തന്നെയാണ് കോൺഗ്രസ്. ആ രീതിയിൽ തന്നെയാണ് തമ്മിലടിയും. കെ.സി. വേണുഗോപാൽ പക്ഷവും ചെന്നിത്തല പക്ഷവും വി ഡി സതീശൻ പക്ഷവും ശക്തമായി ഏറ്റുമുട്ടുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും അണികളുടെ പോർവിളി തുടരുന്നു. ഈ പോർവിളിയിൽ മത്സരിച്ചവരും മത്സരിക്കാത്തവരും മത്സരിക്കാൻ ആഗ്രഹിച്ചവരും എംപിമാരും ഒക്കെയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാം ഊഴവും കഴിഞ്ഞ് മൂന്നാം ഊഴത്തിന് ശ്രമിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് ആവശ്യമായ ഒരു കാര്യവും UDF ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അഥവാ ഭരണം മാറുന്നു എങ്കിൽ അത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരോടുള്ള ജനത്തിന്റെ അതൃപ്തി കൊണ്ട് മാത്രമാണ്, ഇല്ലാതെ കോൺഗ്രസിന്റെ മെടുക്കുകൊണ്ടല്ല എന്ന് സാധാരണ ജനത്തിനറിയാം. എങ്കിലും തമ്മിൽ തല്ലിന് യാതൊരു കുറവുമില്ല. സോഷ്യൽ മീഡിയ യുദ്ധക്കളമാണ്. ഒരുപാട് തലകൾ വീണുരുളുന്നുണ്ട്. എന്നാലും 3 ഗ്രൂപ്പ് യജമാനന്മാരും പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിലൊന്നിലുമില്ല, വിജയം വരട്ടെ, റിസൾട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാമെന്ന്. എന്നാലും അണിയറയിൽ അതിനുള്ള നീക്കങ്ങൾ ശക്തമാണ്, തകൃതിയാണ്. നേതാക്കൾ മാറി നിന്നിട്ട് തങ്ങളുടെ അണികളെ കൊണ്ട് പ്രസ്താവന യുദ്ധങ്ങൾ ഇറക്കി യുദ്ധം കൊഴുപ്പിക്കുന്നുണ്ട്. മത്സരിച്ച് ജയിക്കുന്നവർ മുഖ്യമന്ത്രിയാകണോ ചർച്ചകൾ കൊഴുക്കുന്നുണ്ട്. ഇന്നലെ വരെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നയാൾ ഇന്ന് മറ്റൊരു ഗ്രൂപ്പിന് വേണ്ടി വാദിക്കുന്നുണ്ട്. കോൺഗ്രസ് അല്ലേ, ഇതൊക്കെ സ്വാഭാവികം. ഇതൊന്നും നടന്നില്ല എങ്കിൽ മാത്രമേ ജനത്തിന് അതിശയമുള്ളൂ. നേരത്തെ പറഞ്ഞ വാചകം തന്നെ, കോൺഗ്രസ് അല്ലേ, ഇതെല്ലാം നടക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ അവസാന വോട്ട് ഇടൽ സമയം വരെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിരുന്നു. ആ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്ക് കിട്ടും. ആ കിട്ടും എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഈ തമ്മിലടി. ജനത്തിന് വെറുപ്പിക്കുന്ന തമ്മിലടി. അഥവാ ഭരണം കിട്ടിയാൽ 5 വർഷം തുടരുമോ എന്ന് സംശയമുള്ള തമ്മിലടി. ഇനി തുടർന്നാൽ വീണ്ടും ഒരു ഊഴം കിട്ടുമോ എന്ന അർത്ഥത്തിലുള്ള തമ്മിലടി. ഇതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് FB-യിൽ കണ്ട ഒരു പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ രസകരം. രണ്ടാം LDF സർക്കാരിന്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ഭരണപരാജയങ്ങൾക്ക് നേരെയുള്ള ഒളിയമ്പാണ് ആ FB പോസ്റ്റ്. ഭരണത്തിൽ വരും എന്ന് ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, ഉറപ്പിച്ചു വച്ചിരിക്കുന്ന കോൺഗ്രസിന് നേരെയുള്ള പരിഹാസമാണ് ആ FB പോസ്റ്റ്. ആ FB പോസ്റ്റ് ഇങ്ങനെയാണ്: UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ രൂക്ഷമായ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ LDF-നെ താഴെ ഇറക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് സതീശനോ ചെന്നിത്തലയോ കോൺഗ്രസോ അല്ല, അത് സാക്ഷാൽ പിണറായി വിജയനാണ്. അതിനാൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എത്ര പരിഹാസമാണത്! LDF-നെ താഴെ ഇറക്കുന്നതിന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത്, ആത്മാർത്ഥമായി പരിശ്രമിച്ചത് പിണറായി വിജയനാണെന്ന്. എത്ര കടുത്ത പരിഹാസമാണത്! ഇനി അതുകൊണ്ട് തന്നെ ഈ തമ്മിലടിക്കാരെ മാറ്റി നിർത്തി UDF അധികാരത്തിൽ വന്നാൽ പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം, UDF മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള പരിഹാസം ജനമെല്ലാം കാണുന്നുണ്ട്. അവൻ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ പ്രതികരിക്കുന്നവന്റെ നേരെ സൈബർ പോരാളികൾ ആക്രമണങ്ങളുമായി എത്തുന്നുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.